ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ നമ. ഓം സീതാരാമായ നമ. ഓം ഹം ഹനുമന്തായ ആഞ്ജനേയായ മഹാബലായ നമ. രാമായണ കഥകളിലെ ഭാഗം 5 വിശ്വാമിത്ര മഹർഷിയുടെ വരവ് ആണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. പരമാത്മാവ് തന്നെ മായയാൽ ഭൂമിയിൽ രാമനായി അവതരിച്ചിട്ടുണ്ടെന്നറിഞ്ഞ വിശ്വാമിത്ര മഹർഷി അയോധ്യയിലേക്കെഴുന്നള്ളി. ഉള്ളിൽ നിറഞ്ഞ ഭക്തിയോടെ ആ സത്യസ്വരൂപനും ജ്ഞാനസ്വരൂപനും ആനന്ദസ്വരൂപനുമായ ഭഗവാനെ കാണാനെത്തി. വിശ്വാമിത്ര മഹർഷിയെ കണ്ട ദശരഥ മഹാരാജാവെ തൻ്റെ സിംഹാസനത്തിൽ നിന്ന് പെട്ടെന്ന് എഴുന്നേറ്റ് ഭക്തിപൂർവം വന്ദിച്ച് പൂജിച്ചു സ്വീകരിച്ചിരുത്തി. അങ്ങയുടെ വരവോടെ എൻ്റെ ജന്മം സഫലമായിത്തീർന്നു എന്ന് രാജാവ് മുനിയോട് അറിയിച്ചു. അങ്ങയുടെ അന്തരാത്മാവിൻ്റെ സന്തോഷത്തിനായി ഞാൻ എന്താണ് അങ്ങേക്ക് ചെയ്തു തരേണ്ടതെന്ന് അറിയിച്ചാലും എന്ന് രാജാവ് മുനിയോട് അഭ്യർത്ഥിച്ചു. അങ്ങയുടെ വരവോടെ ഈ ദേശത്തിനു തന്നെയും മംഗളം ഭവിക്കുമെന്നും സമ്പത്തും ഐശ്വര്യവും താനേ വരുമെന്നും രാജാവ് മുനിയോട് പറഞ്ഞു. എന്നെക്കൊണ്ടാവുന്നതെല്ലാം ഞാൻ അങ്ങേക്ക് ചെയ്തു തരാം, എന്താണ് വേണ്ടതെന്ന് അറിയിച്ചാലും രാജാവ് വീണ്ടും മുനിയോട് ചോദിച്ചു. അത്രയും കേട്ടപ്പോൾ മുനി പറഞ്ഞു, ഞാൻ അമാവാസികൾ തോറും നടത്തി വരാറുള്ള ഹോമത്തെ അസുരന്മാരായ മാരീച സുബാഹുക്കൾ കൂട്ടത്തോടെ വന്ന് മുടക്കുന്നുണ്ട്. അവരെ നിഗ്രഹിച്ച് യാഗത്തെ രക്ഷിക്കാനായി രാമനെ കൂടെ വിട്ടുതരണം. കൂട്ടിനായി ലക്ഷ്മണനെ കൂടി അയക്കണമെന്നും പറഞ്ഞു. ഇതു കേട്ട് ചിന്താകുലനായ രാജാവ് മുനിയെ ഒറ്റയ്ക്ക് വിളിച്ച് പറഞ്ഞു, എനിക്ക് രാമനെ പിരിഞ്ഞിരിക്കാൻ സാധിക്കില്ല. അതിനുള്ള ശക്തി എനിക്കില്ല. വളരെ കാലത്തെ പ്രാർത്ഥന, യാഗം എല്ലാം കൊണ്ടും ദൈവാനുഗ്രഹത്താൽ കിട്ടിയ രാമനെ എങ്ങനെ ഞാൻ കാട്ടിലേക്ക് അയക്കും? അങ്ങനെയെങ്കിൽ ഞാൻ മരിക്കുക തന്നെ ചെയ്യുമെന്ന് രാജാവ് അറിയിച്ചു. അപ്പോൾ മുനി പറഞ്ഞു, രാമനെ കൂടെ വിട്ടില്ലെങ്കിൽ കുലം മുടിഞ്ഞു പോകും. എന്താണ് വേണ്ടതെന്ന് തീരുമാനിച്ചു കൊള്ളാൻ മുനി പറഞ്ഞു. രാജാവിൻ്റെ സങ്കടം കണ്ട മുനി പറഞ്ഞു, രാജാവേ, സങ്കടപ്പെടേണ്ട. ദേവന്മാർക്ക് പോലും ഗുഹ്യമായ ഒരു കാര്യം ഞാൻ പറയാം. രാമൻ വെറുമൊരു മനുഷ്യനല്ല, പരമാത്മാവ് തന്നെയാകുന്നു. ബ്രഹ്മാവും ദേവന്മാരും ഭൂമിദേവി തന്നെയും സങ്കടമൊഴുത്ത് വിഷ്ണു ഭഗവാനോട് പണ്ട് പ്രാർത്ഥിക്കയാൽ ഭൂമിയുടെ ഭാരം തീർക്കാനായി, അതായത് ദുഷ്ടനിഗ്രഹത്തിനായി ദശരഥപുത്രനായി രാമനായി പിറന്ന് ദുഷ്ടനിഗ്രഹം നടത്താമെന്ന് സാക്ഷാൽ ശ്രീ നാരായണൻ പറഞ്ഞതാണ്. അതിൻ പ്രകാരം ആണ് ഇപ്പോൾ അങ്ങയുടെ പുത്രനായിട്ട് രാമൻ അവതരിച്ചത്. മുൻപ് പൂർവജന്മത്തിൽ ദശരഥ മഹാരാജാവ് ബ്രഹ്മാവിൻ്റെ പുത്രനായി കശ്യപ പ്രജാപതി ആയിരുന്നു. പത്നി അതിഥി ഇപ്പോൾ കൗസല്യ ദേവിയായും പിറന്നു. പൂർവജന്മത്തിൽ കശ്യപ പ്രജാപതിയും അതിഥി ദേവിയും സന്തതിയുണ്ടാവാനായി ഉഗ്രതപം ചെയ്തിരുന്നു. അങ്ങനെ വിഷ്ണു ഭഗവാൻ പ്രത്യക്ഷപ്പെട്ട് വരം ചോദിച്ചത്
വിഷ്ണു ഭഗവാൻ തന്നെ പുത്രനായിട്ട് പിറക്കണം എന്നായിരുന്നു. അതിൻ പ്രകാരമാണ് ഭഗവാൻ ഇപ്പോൾ രാമനായിട്ട് പിറന്നത്. രാജാവേ, ശേഷനാഗമാണ് ലക്ഷ്മണനായി പിറന്നത്. ഭരതനും ശത്രുഘ്നനും ശംഖചക്രങ്ങളാണ്. യാതൊരു സംശയവും കൂടാതെ കേട്ടുകൊള്ളുക. ഇതൊക്കെ ഇനിയുമുണ്ട്. സാക്ഷാൽ ശ്രീ ലക്ഷ്മി ഭഗവതി തന്നെയാണ് സീതയായി പിറന്നിരിക്കുന്നത് മിഥില രാജ്യത്ത്. ഇവരെ തമ്മിൽ കൂട്ടിച്ചേർക്കാനായി നിയോഗിക്കപ്പെട്ടതാണ് എന്നെ. ഇതെല്ലാം പരമഗുഹ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. മറ്റാരോടും ഇതൊന്നും അറിയിക്കരുതെന്നും ഓർമ്മപ്പെടുത്തി. ഇതെല്ലാം കേട്ട മഹാരാജാവെ സന്തോഷത്തോടെ രാമലക്ഷ്മണന്മാരെ കൊണ്ടുപോകുന്നതിനായി അനുമതിയും നൽകി. യഥാവിധി മുനിയെ പൂജിച്ച് രാമലക്ഷ്മണന്മാരെ മുനിയോടൊപ്പം പറഞ്ഞയക്കുന്നതിനായി വേണ്ട കാര്യങ്ങൾ ചെയ്തു. അതിനുശേഷം രാമലക്ഷ്മണന്മാരെ അരികെ വിളിച്ച് മാറിലണച്ച് ഗാഢാശ്ലേഷം ചെയ്ത് ശിരസിൽ തൊട്ട് അനുഗ്രഹിച്ച് മംഗളം വരുവാനായി പൊയ്ക്കൊള്ളുവാൻ അനുമതിയും നൽകി. രാജകുമാരന്മാർ ജനക ജനനിമാരുടെ കാൽക്കൽ കുമ്പിട്ട് കൂപ്പി തൊഴുത് പിന്നെ വിശ്വാമിത്ര മഹർഷിയെയും വന്ദിച്ചു. കുമാരന്മാർ ലോക നന്മയ്ക്കായി ചാപതൂണീരാദികളോടെ മുനിയോടൊപ്പം ഗമിച്ചു. കുറച്ചു പ്രദേശങ്ങൾ പിന്നിട്ട് കഴിഞ്ഞപ്പോൾ മന്ദഹാസത്തോടെ മുനി കുമാരന്മാരോട് പറഞ്ഞു, നിങ്ങൾ വിശപ്പ്, ദാഹം ഇവ എന്തെന്ന് പോലും അറിയാത്ത കോമള ബാലന്മാരല്ലേ? ഇപ്പോൾ നാം വനത്തിലല്ലേ? ആയതിനാൽ വിശപ്പും ദാഹവും അറിയാതിരിക്കാനായി 2 മന്ത്രങ്ങൾ ഉപദേശിച്ചു തരാം. അങ്ങനെ ബല അതിബല മന്ത്രങ്ങൾ ബാലന്മാർക്ക് ഉപദേശിച്ചു കൊടുത്തു. ദേവന്മാർക്ക് പോലും ഗോപ്യമായ ഇവ പഠിച്ചു ജപിച്ചാൽ വിശപ്പും ദാഹവും എന്തെന്നുപോലും അറിയില്ലെന്നും പറഞ്ഞു. അങ്ങനെ വിശപ്പും ദാഹവും തീർന്ന ബാലന്മാർ മഹർഷിയോടൊപ്പം ഗംഗ കടന്നു. ജയ് ശ്രീരാം. കഥ ഇഷ്ടപ്പെട്ടോ ഇല്ലേ എന്ന് കമൻറ്റ് ചെയ്യുമല്ലോ. സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.